ഒരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. നന്മ പ്രവർത്തിക്കണോ അതോ ദൈവഹിതം പ്രവർത്തിക്കണോ? എല്ലാ നന്മകളും ദൈവഹിതമാണെന്നാണല്ലോ നമ്മുടെ ഒരു വിചാരം. എന്നാൽ അങ്ങനെയല്ല എന്നാണ് മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നത്. വചനഭാഗത്തിൽ പ്രകാരമാണ് നമ്മൾ കാണുന്നത്. കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിച്ചപേക്ഷിക്കുന്നവരല്ല, എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് എന്നെ അറിയുന്നത് എന്ന വചനം പറയുന്നത്. അന്ന് പലരും എന്നോട് ചോദിക്കും, ഞാൻ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും ഒരുപാട് നന്മ പ്രവർത്തികളും ചെയ്തില്ലേ? ഈശോ പറയാണ്, എന്നാലും ഞാൻ അവരോട് പറയും, എനിക്ക് നിങ്ങളെ അറിയില്ല. എന്തുകൊണ്ടാ? എന്റെ ഹിതമല്ല നിങ്ങൾ പ്രവർത്തിച്ചത്. ഒന്ന് നോക്കിയേ, കർത്താവിന്റെ നാമത്തിൽ നമ്മൾ പ്രവചിക്കുന്നുണ്ടാകാം, പ്രാർത്ഥിക്കുന്നുണ്ടാകാം, ഒരുപാട് നന്മ പ്രവർത്തികൾ ചെയ്യുന്നുണ്ടാകാം. പക്ഷെ ഇതെല്ലാം ദൈവഹിതങ്ങളാണോ? എല്ലാ നന്മകളും ദൈവഹിതങ്ങളല്ല. നന്മകൾ ഒരുപാടുണ്ട്. പക്ഷെ ഈ നന്മകളിൽ നിന്ന് ദൈവഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞ് തിരഞ്ഞെടുത്ത് ചെയ്യാൻ പറ്റണം. എല്ലാ നന്മകളും ഓടി നടന്ന് ചെയ്യണ്ട. ഈ നന്മകളിൽ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്തോ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുന്നവരാണ് പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. മനസ്സിലാക്കിക്കൊള്ളുക, നമ്മൾ ചെയ്യുന്ന എല്ലാ നന്മകളും ദൈവഹിതങ്ങളല്ല.